ഒരുപാട് വൈദികര് ഒത്തിരി വിഷമത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ ഓർക്കാം. മുറിവേറ്റവര്, തകർത്തവര്, തകർക്കപ്പെട്ടവര്, തെറ്റിദ്ധരിക്കപ്പെട്ടവര് ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ വൈദികരൊക്കെ ഈ ബലിയിൽ നമുക്ക് ഓർത്ത് പരിശുദ്ധാത്മാവ് ഇടപെടാൻ, നല്ല പുരോഹിതരായി ജീവിക്കാൻ, ഈശോയുടെ മുമ്പിൽ മുറിഞ്ഞു തീരാൻ, അഭിഷേകമായി തീരാൻ, ഒന്നുമല്ലാതായി തീരാൻ പ്രാർത്ഥിക്കും. കാരണം അപ്പം മുറിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ബാക്കിയില്ലായിരുന്നു. പുരോഹിതനും മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നൊന്നും ബാക്കിയില്ല. അപ്പനമ്മയൊക്കെ മരിക്കുന്നവരെയാണ് സനാതര്. അപ്പനമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനാഥനാണ് വൈദികൻ. എവിടെയും പോയിട്ട് കാര്യമൊന്നുമില്ല. വലിയപ്പൻ്റെ മക്കള് ചേട്ടനൊക്കെ ഇന്ന് വെറുതെ, അതൊക്കെ കോമഡിയാണ്. ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കെട്ടിക്കയറിയെന്നുള്ളത് നമ്മളാരുമല്ല. അവരുടെ മക്കൾ, അവരുടെ കുടുംബമൊക്കെ ഉണ്ട്. പറയാൻ വല്ലപ്പോഴും ചെന്നൊരു ചായ കുടിച്ചെങ്കിൽ പോരാ. കയറി ചെല്ലാൻ പോലും ഇടവില്ല. അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമില്ല. പണ്ട് പോയതാ. ഇപ്പൊ എൻ്റെ പിൻകോഡ് ഏതാ? 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക. അഡ്രസ്സ് എവിടെയാ? എൻ്റെ ബന്ധുക്കൾ എവിടെയാ? എവിടെയൊക്കെ പോകാൻ നേരം? കൂട്ടുകാരെവിടെയാ? എനിക്ക് സ്വന്തം സമയം എവിടെയാ? എൻ്റെ സന്തോഷങ്ങൾ എവിടെയാ? എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ എവിടെയാ? ഒക്കെ ഇവിടെ ബലിയായി തീർന്നു. എല്ലാ വൈദികരുടെ അവസ്ഥ അതാ. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ നല്ല പുരോഹിതർ ഇനി ഉണ്ടാകാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഒരു വൈദികൻ്റെയും കണ്ണീര് ബലിപീഠത്തിൽ വീഴാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ എല്ലാ വൈദികരെയും ഈ ബലിയിൽ നമുക്ക് ഓർക്കാം.